എൻ്റെ സമയം പോയ പോക്ക് നോക്കണേ. അവളെപ്പോഴും പറയും എന്നെ കുറേ ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്തോരം ഇഷ്ടമുണ്ടെന്ന്. അവൾ പറഞ്ഞു മഞ്ചാടിക്കുരുവോളം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തോരം മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഡെപ്പിയിൽ അടച്ചു വെച്ചിട്ടില്ലേ ആ മഞ്ചാടിക്കുരുവോളം എന്ന് പറഞ്ഞേ. ഞാനപ്പോൾ ആ ഡെപ്പി എടുത്ത് അതൊന്ന് എണ്ണി നോക്കാൻ പോയതാണേ. പക്ഷെ ഞാൻ അതും കൊണ്ട് അപ്പോൾ മുകളിലെ ടെറസിൽ ഇത്തിരി കറിവേപ്പിൻ്റെ തൈ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത്തിരി ഇലയും കൂടി പറിക്കാൻ വേണ്ടി കയറിപ്പോയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് രണ്ടും കൂടെ താഴേക്ക് വീണു. എന്ത് കഷ്ടപ്പെട്ടെന്നോ ഞാൻ പിന്നെ അതൊന്ന് പെറുക്കിയെടുക്കാൻ. അപ്പോൾ അവൾ കാണാതെ ഞാൻ അതിനെ പെറുക്കും. അവൾ വഴക്ക് പറയില്ലേ, അവൾ സൂക്ഷിച്ച് വെച്ച സാധനം ഞാൻ നശിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അവളത് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ആ വെയിലത്തിരുന്ന് ആ തറയിൽ ചാടി കിടക്കുന്ന മിറ്റിലിൻ്റെ ഇടയ്ക്കൊക്കെ പോയി ആ ഇഷ്ടങ്ങൾ. അപ്പോൾ അവൾ പറയും എൻ്റെ ഇഷ്ടമാണത്, എൻ്റെ ഇഷ്ടങ്ങളെ പെറുക്കി മര്യാദയ്ക്ക് വെച്ചോണം, കളയാതെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവളുടെ ഇഷ്ടങ്ങളെ കഷ്ടപ്പെട്ട് ആ കുഞ്ഞു കല്ലുകളെ വകഞ്ഞ് മാറ്റി അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ പോയി. എന്ത് പാടുപെട്ടാൽ ഞാൻ അതിൽ നിന്ന് നുള്ളിപ്പെറുക്കി എടുത്തതെന്നോ. എന്നിട്ട് ഞാൻ ആ നുള്ളിപ്പെറുക്കിയെടുത്ത് അവളുടെ ഇഷ്ടങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കി ആ ഡപ്പിയിലിട്ട് അടച്ചു വെച്ചു. അല്ലെങ്കിലും എനിക്കിന്ന് എന്തിൻ്റെ ഇതായിരുന്നു എന്ന് നോക്കണേ. ഒരവധി ദിവസമാണ്, ഞാനത് തൊടാനും പോയി. അങ്ങനെ കുറേ സമയം പോയി അതിൽ. എന്നാലും എനിക്കിപ്പോഴും അറിയില്ലേ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും തമ്മിൽ എന്താ വ്യത്യാസം. അതേതാ കുന്നിക്കുരു ഏതാ, മഞ്ചാടിക്കുരു ഏതാ? ഇത് മഞ്ചാടിക്കുരു അല്ലേ, അപ്പോൾ കുന്നിക്കുരു ഏതാ? നിങ്ങളൊന്ന് പറയണോ കേട്ടോ കൂട്ടുകാരെ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയണേ. ഇഷ്ടവും സ്നേഹവും പോലത്തെ വല്ല വ്യത്യാസവുമാണോ?